എൻ്റെ പേര് രഞ്ജിത്ത്. ഇൻഡസ്ട്രിയിലാണ്. കടയുടെ പേര് സൂര്യ ഇൻഡസ്ട്രീസ്, എടപ്പാൾ നടുവട്ടം. പിന്നെ ഞാനും മൊത്തം എൻ്റെ 8 സ്റ്റാഫുകളുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 10-24 കൊല്ലമായി. ഞങ്ങൾ വ്യത്യസ്തമായിട്ടാൽ നമ്മൾ എഞ്ചിനീയർമാർ ഓരോ പ്ലാൻ തരും, നമ്മൾ അതിൻ്റെ അനുസരിച്ച് അവർക്ക് എങ്ങനെ മോഡൽ വെച്ചാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്ന ഡ്രസ് വർക്കാണ്. പിന്നെ അതേപോലെ എഞ്ചിനീയർമാരുടെ വർക്കാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്. അതായത് പിന്നെ സ്കൂളിൻ്റെ വർക്കാണ് കൂടുതലായിട്ട്. അതായത് ഹാൻഡ് റെയിൽ വർക്ക്, അതിനോട് സംബന്ധിച്ചിട്ട് എല്ലാ വർക്കുകളും ഞങ്ങൾ ചെയ്യണത്. ഇപ്പൊ കൂടുതൽ ചെയ്യണത് സ്റ്റീലിന്റെ വർക്കാണ്. അതായത് മെയിനായിട്ട് ചെയ്യണത് ഹാൻഡ് റെയിൽ വർക്ക്, അതേമാതിരി നമ്മളെ ഈ പാരപ്പറ്റിന്റെ മേലെ വെക്കുന്ന ഗ്രിൽസിന്റെ വർക്ക്, റാമ്പ്, അങ്ങനത്തെ വർക്കാണ് കൂടുതൽ ചെയ്യണത്. പിന്നെ ഈ ബാത്റൂമിൽ ഈ ഹാൻഡിക്യാപ്പിനുള്ള പിടിച്ചു കയറാനുള്ള അതും ചെയ്യുന്നുണ്ട്. കൂടുതൽ ചെയ്യണത് അങ്ങനത്തെ വർക്കുകളാണ് സ്റ്റീലിൽ ആണ് ചെയ്യണത്. അതെ, ലോങ് ലൈഫാണ്. സ്റ്റീൽ വെച്ചാൽ അങ്ങനെ തുരുമ്പ് പിടിക്കില്ല. നമുക്ക് കമ്പനി പറയണതാണ് തുരുമ്പ് പിടിക്കില്ല കാര്യങ്ങളെ ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്റ്റീലാണ്. അത് 304 എന്നാ പറയാം ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ആയിട്ട് അങ്ങനെ ഗവൺമെന്റ് വർക്ക് ചെയ്യാറില്ല. പിന്നെ നമ്മള് വീട്ടുകളിലൊക്കെ നമ്മള് സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതൊന്നും മാറിയേക്കണ്. ഇപ്പൊക്കെ എല്ലാം GIയുടെ മേലേക്ക് മാറിയേക്കണല്ല. അതില് ഗ്രില്ലിന്റെ വർക്ക് ഉണ്ട്. പിന്നെ അതേമാതിരി ഇപ്പൊ സ്റ്റെപ്പ് കോണിയാണല്ലോ, വുഡ് വെച്ചിട്ടുള്ള സ്റ്റെപ്പ് കോണിയാണ് കൂടുതൽ ചെയ്യണത്. അത് ഓരോ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ വലിയ ടേസ്റ്റ് പല ഇതിലല്ലേ പോവാ. അപ്പൊ ഓരോരുത്തരും എഞ്ചിനീയർമാർ പ്ലാൻ തരും, നമ്മൾ അതേപോലെ ചെയ്തു കൊടുക്കും. ഇപ്പൊ കൂടുതൽ വുഡിലേക്ക് മാറിയേക്കണം എല്ലാവരും. ഇപ്പൊ സാധാരണ ഇപ്പോ ഈ പിന്നെ ഇതിന്റെ വാർപ്പിന്റെ പണി അവർക്കാണ് കൂടുതൽ വർക്ക് വരല്. അപ്പൊ അവരുടെ വർക്ക് വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് ഇപ്പൊ അവർ ചെയ്യല്. അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക് ഇപ്പൊ കൂടി. ഇപ്പം വുഡ് വെച്ചുള്ള മോഡലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അവിടെ ഒരു വീട് പണി ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന വർക്ക് അതിന്റെ ഗ്രില്ല് വർക്കാണ് വരിക. ഗ്രിൽ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പൈസ വർക്ക് ഇപ്പൊ കൂടുതൽ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അതായത് ഈ TV യൂണിറ്റിന്റെ ഫ്രെയിം വർക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ കബോർഡ് വർക്ക്. ഇപ്പൊ സീലിംഗിലേക്ക് അടക്കം മാറിയിരിക്കുന്നത്. സീലിംഗിന്റെ വർക്ക് അടക്കം ഞങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്. സീലിംഗ് വർക്ക് വെച്ചാല് ഫ്രെയിം അടിച്ചിട്ട് അതിൽ V ബോർഡ് കവർ ചെയ്തിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രില്ല് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെയിൽ വർക്ക്. ഹാൻഡ് റെയിൽ ലാസ്റ്റ് വർക്കാണ് ഗേറ്റ് വർക്ക്. അങ്ങനെ ഗേറ്റ് വർക്കോട് കൂടി നമ്മളൊരു വീടിന്റെ ഫിനിഷ്. പിന്നെ അത് കഴിഞ്ഞ കാർ പോർച്ച്, ഇപ്പൊ വെറൈറ്റി മോഡൽ കാർ പോർച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതായത് 2 കാലില 4 കാലിൽ ഒറ്റക്കാലിലടക്കം നമ്മൾ ചെയ്യുന്നുണ്ട്. സീലിംഗ് അടക്കം ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കും ഇപ്പൊ വുഡിന്റെ അതിൽ വുഡ് പാനലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ഞങ്ങൾക്ക് മൂവിങ് ഉള്ളത് സിംഗിൾ കാലിന്റെ മുകളിലും ഡബിൾ കാലിന്റെ മുകളിൽ വെച്ചുള്ള വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. നമ്മളെന്താ വെച്ചാൽ എന്നും ഒരേപോലത്തെ വർക്ക് എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ പല ഫീൽഡിലേക്ക് ഇറങ്ങട്ടെ. നമ്മൾ ചില എഞ്ചിനീയർമാര് ഇന്ന മോഡൽ ചെയ്യാൻ പറയും. നമുക്കത് പറ്റണ മോഡലാണെങ്കിൽ നമ്മൾ മിക്കവാറും എല്ലാം ഒഴിവാക്കില്ല, പരമാവധി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ തിരക്ക് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡേറ്റ് പറഞ്ഞ് എടുക്കും. ചില ആൾക്കാർ പറയും നിങ്ങൾ കുഴപ്പമില്ല സാറ്, ഡേറ്റ് എപ്പോഴാ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ വർക്ക് എടുക്കും. അല്ല, നമ്മൾ വർക്ക് അങ്ങനെ ഒഴിവാക്കാറില്ല. എപ്പോഴും നമ്മൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് സ്റ്റീലിന്റെ ആദ്യം ഗ്രില്ലും കാര്യങ്ങളും. ഇപ്പൊ ആദ്യം നമ്മൾ ഇറങ്ങുന്ന സമയത്തൊക്കെ വെറും കമ്പി ആയിട്ടുള്ള ഗ്രില്ലായിരുന്നു. അതായത് റൗണ്ട് ബാറും കാര്യങ്ങളായിട്ട്. ഇപ്പൊ അത് സ്ക്വയർ പൈപ്പിലേക്ക് മാറി. അത് കഴിഞ്ഞപ്പോൾ സ്റ്റീലിലേക്ക് മാറി. ഇപ്പൊ വീണ്ടും നമ്മൾ ആ പൈപ്പിലേക്ക് തന്നെ മാറിയിട്ട് വരികയാണ്. ഇപ്പൊ കൂടുതൽ മൂവിങ് ഉള്ളത് സ്ക്വയർ പൈപ്പ് ആയിട്ടുള്ള ഗ്രില്ല് വർക്കുകളാണ്. ഏത് വർക്ക് ഞങ്ങൾ ചെയ്യും. എഞ്ചിനീയർമാർ ഡിസൈൻ തരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കാണെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. സംഗതി ഞങ്ങളിപ്പോ ഞാൻ എന്റെ വർക്ക് വെച്ചാൽ ഞങ്ങൾക്ക് തൊട്ടടുത്ത ഇൻഡസ്ട്രിയിലായ പിന്നെ ബിൽഡിങ്ങിന്റെ ഈ ഇരുമ്പിന്റെ മെറ്റീരിയൽസിന്റെ ഷോപ്പ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരുവിധ വർക്കിന് അഡ്വാൻസ് അങ്ങനെ വാങ്ങാറ് കുറവാണ്. ഏകദേശം അത്രയും നമുക്ക് ഒക്കെ മെയിനായിട്ട് നമുക്ക് വർക്ക് കിട്ടുന്നത് ഞാൻ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിന്റെ സ്പേസ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് കൂടുതൽ കിട്ടണം. അതുകൊണ്ട് ഞാൻ പരമാവധി അഡ്വാൻസ് അങ്ങനെ വാങ്ങാതെ നമ്മൾ ചെയ്തു കൊടുക്കും. വർക്ക് ഫിനിഷ് ആയിട്ട് ചിലവരോട് പറയും വർക്ക് നിങ്ങൾ ഫിനിഷ് ആയിട്ട് നിങ്ങൾക്ക് തൃപ്തി ആയിട്ടുള്ള പൈസ തന്നാൽ മതി എന്നൊക്കെ പറയും. വർക്ക് ഞങ്ങൾ എടുക്കുമ്പോൾ ടൈമിങ്ങിന് കൊടുക്കാൻ പരമാവധി നോക്കും. വരാൻ ചാൻസ് എന്തായാലും ഉണ്ട്. ഞാനൊക്കെ പണി പഠിക്കുന്ന സമയത്ത് നമുക്ക് സത്യമായി ഒരു കട്ടർ അടക്കം ഉണ്ടായിരുന്നില്ല. അതായത് കട്ട് മെഷീൻ, കട്ട് ഓഫ് മെഷീൻ എന്നൊക്കെ പറയും. ആ മെഷീൻ അടക്കം അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ വന്നപ്പോ മെഷീനായി. അതൊക്കെ നമ്മള് ഒരു കമ്പി കട്ട് ചെയ്യണമെങ്കിൽ, ഒരു പൈപ്പ് കട്ട് ചെയ്യണമെങ്കിൽ, പൈപ്പ് കട്ട് ചെയ്യണമെങ്കിൽ എക്സോ ബ്ലേഡ് ആയിട്ട് വേണം മുറിക്കണമെങ്കിൽ. പിന്നെ അതേമാതിരി കമ്പിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അടിച്ചിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ. ഇപ്പൊ അതിനൊക്കെ മെഷീനും കാര്യങ്ങളും ഇറങ്ങി. കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് മാറും. ഇപ്പൊ എന്തിനു പറയാം, നമ്മളെ ബിൽഡിംഗ് അടക്കം ഉണ്ടാക്കേണ്ടത് ഫുള്ള് ഇരുമ്പിലാണ്. ആദ്യമൊക്കെ നമ്മൾ വാർപ്പേറ്റും കാര്യങ്ങളായിട്ടെല്ലാം ഉണ്ടാക്കിയത്. ഇപ്പൊ കംപ്ലീറ്റ് ഇരുമ്പിന്റെ ഫ്രെയിം അടിച്ചിട്ട് അതിലേക്കാണ് ഇപ്പൊ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് കുറച്ച് കഴിയുമ്പോഴത്തേന് ബിൽഡിംഗ് ഓൾറെഡി ഇത് ഫുള്ള് ഇരുമ്പിലേക്ക് മാറും എന്നാണ് നമ്മളുടെ ഒരു ഇത്. നല്ല സാഹചര്യം ഉണ്ട്. ഇപ്പൊ ഒരു സംഗതി മെയിനായിട്ട് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇപ്പോ അങ്ങനെ ആരും വരണില്ല.
മെയിനായിട്ട് ഈ കണ്ണിന്റെ പ്രശ്നമാണ്. വെൽഡ് ചെയ്യുമ്പോൾ കണ്ണിലേക്ക് പിസർ അടിച്ചിട്ട് ആ ഒരു പ്രശ്നം. പക്ഷെ എന്ത് പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ ഇപ്പൊ അത്യാവശ്യം സാലറി ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഫീൽഡിലേക്ക് ആരും വരണില്ല. മെയിനായിട്ട് ഈ കണ്ണിന്റെ പ്രശ്നമാണ്. കണ്ണിൽ വെൽഡിങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് ഈ ഫീൽഡിലേക്ക് വരാത്തത്. പക്ഷെ എനിക്കിപ്പോ ഞാനടക്കം ഇപ്പൊ 8 സ്റ്റാഫുകൾ എനിക്കുണ്ട്. ഒരുവിധം ആ സ്റ്റാഫുകൾ കംപ്ലീറ്റ് ആൾക്കാരും ഇന്ത്യയിൽ നിന്ന് പണി പഠിച്ച ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും എന്റെ കയ്യിലുള്ളത്. എന്റെ മെയിൻ പണിക്കാരെ ഇപ്പൊ ഏകദേശം വന്നിട്ട് ഞാൻ വർക്ക് സ്റ്റാർട്ടിങ് സ്റ്റോപ്പ് ഇട്ടൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 19-20 വർഷമായി. അന്ന് മുതലുള്ള പണിയുടെ മെയിൻ ആളാണ് ഇപ്പോഴും എന്റെ കയ്യിലുള്ളത്. പിന്നെ അതേപോലെ പണി പഠിച്ച പയ്യന്മാർ തന്നെയാണ് ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. പിന്നെ 2 എന്റെ പാപ്പന്റെ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വെച്ചാല് എനിക്കൊരു വർക്കിന് ഇപ്പോ എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സത്യം പറയണെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാണ്, ഞാൻ ആ വർക്കേഴ്സിന് എന്തെങ്കിലും കൊടുക്കും. അതേപോലെ ഞാനും അവരും ഒക്കെ എന്റെ ഏജിക്കാരായ കാരണം മുതലാളിയും തൊഴിലാളിയും അങ്ങനെയുള്ള ഒരു വേർപാട് നമ്മൾ കാണിക്കണില്ല. ഫാമിലിയിൽ എനിക്ക് അച്ഛൻ, അമ്മ, ഒരു സിസ്റ്റർ, പിന്നെ വൈഫ്, 2 കുട്ടികള്. എനിക്ക് വേറെ സ്ഥാപനം ഉണ്ടോ എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല. എന്താ നമ്മളിപ്പോഴത്തെ വർക്കേഴ്സിനെ കിട്ടാനില്ല, അതാണ് മെയിൻ പ്രശ്നം. വർക്കേഴ്സ് ഇപ്പൊ വളരെ കുറവാണ്. സ്ഥാപനം ദൈവത്തിന്റെ മനസ്സോട് ഇങ്ങനെ തന്നെ ഉണ്ട് നിലനിന്ന് പോയാൽ മതി എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ നമ്മൾ കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. എന്റെ പേര് രഞ്ജിത്ത്, കട നടുവട്ടത്ത്, എടപ്പാൾ. പിന്നെ കടയുടെ പേര് സൂര്യ ഇൻഡസ്ട്രീസ്, എടപ്പാൾ, നടുവട്ടം.